പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് മഹാകുംഭമേള ദേശീയ ഐക്യത്തിന്റെ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭമേള നൽകുന്നത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇതുപോലുള്ള ബൃഹത്തായ പരിപാടികളെന്ന് മോദി വ്യക്തമായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞതാണ്. അതേസമയം ഇതിൽ കുത്തിത്തിരിപ്പുമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. സ്വാഭാവികമായി എവിടെ രാഹുൽ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ തിരിച്ചടി ഉറപ്പാണ്. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. നരേന്ദ്രമോദിക്കെതിരെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയ രാഹുലിനെ ഹിന്ദുക്കൾ തന്നെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളോട് പറഞ്ഞത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി ജോലി ചോദിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒറ്റ കുംഭമേള കൊണ്ട് ഉത്തർപ്രദേശിന്റെ മുഖഛായയും ഒട്ടനവധി പേരുടെ ജീവിതം ഈ കുംഭമേളയിലൂടെ രക്ഷപ്പെട്ടു എന്നത് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. കുംഭമേള നടക്കുന്ന സമയത്ത് പോലും രാഹുലോ പ്രിയങ്കയോ സോണിയാഗാന്ധിയോ പോലും ആ പരിസരത്ത് കണ്ടിട്ടില്ല. തുടക്കം മുതൽ കുംഭമേളയെ തകർക്കാൻ പല രീതിയിലും രാഹുലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ജോർജ് സോറസിന്റെ സംഘടനകളും പല അടവുകളും കാണിച്ചു. പക്ഷേ കർണാടകയിൽ നിന്നും DK ശിവകുമാറും അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അടക്കം വന്നിട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദുക്കളുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടി പല രീതിയിലുമുള്ള കോമാളി വേഷം രാഹുൽ ഗാന്ധി കെട്ടാറുണ്ട് എന്നതാണ് വസ്തുത.